ഹായ് ഹലോ എല്ലാവർക്കും വേൾഡ് ഓഫ് ദിവ്യയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് തേങ്ങ അരച്ചു വെച്ചിട്ടുള്ള ഒരു പുഴമീൻ കറിയാണ് തയ്യാറാക്കുന്നത്. അതിനു മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഒപ്പം ബെല്ലൈക്കണും പ്രസ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായി ചൂടാകുമ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക. ഉലുവ പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കുക. ഇത് 1 ടീസ്പൂൺ കടുകുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കുക. ഒരു 10 ചുവന്നുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, കറിവേപ്പില, ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. നമ്മുടെ ചുവന്നുള്ളിയൊക്കെ വഴന്നു വരുന്ന സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് തേങ്ങയും 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആണ് എടുത്തിരിക്കുന്നത്. ഇതൊരൽപ്പം വെള്ളം ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നമ്മുടെ ചുവന്നുള്ളി ഇപ്പോൾ കുറച്ച് അത്യാവശ്യം നന്നായിട്ട് വഴന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. നമ്മുടെ അരപ്പ് അത്യാവശ്യം മൂത്ത് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി കുടംപുളി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കറിക്ക് ആവശ്യമുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് കുറച്ച് ഉപ്പ് കുറവുണ്ട്. നമ്മുടെ കറിയിൽ ചെറുതായിട്ട് തിള വന്ന് തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് നമ്മുടെ മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾക്ക് ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം. മീനൊക്കെ വെന്ത് വറ്റിച്ച് വരണം ചാറൊക്കെ. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നന്നായി വറ്റി മീനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പച്ച വെളിച്ചെണ്ണ, ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നമുക്കൊരു 5 മിനിറ്റ് മൂടി വെക്കാം. അതുകൊണ്ട് നമ്മൾ കറി റെഡി ആയിട്ട്